എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ഉമാദേവി. എല്ലാവർക്കും എൻ്റെ ചാനൽ ഉമാ മഹേശ്വരത്തിലേക്ക് സ്വാഗതം. ഹരേ ഗുരുവായൂരപ്പ, നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ. ഇന്ന് ഞാൻ ഹരിനാമ കീർത്തനത്തിലെ 38ാമത്തെ ശ്ലോകവും അതിൻ്റെ അർത്ഥവുമായിട്ടാണ് വന്നിരിക്കുന്നത്. ശംഖാരനാദമിവ യോഗീന്ദ്രരുള്ളിലുമീ ഓതുന്നു ഗീതകളിലും പാൽ പയോധിയിലും ആകാശവീതിയിലും ഒന്നായി നിറഞ്ഞരുളും ആനന്ദരൂപ ഹരിനാരായണായ നമ. ഇവിടെ പറയുന്നത് യോഗീശ്വരന്മാരുടെ ഉള്ളിൽ അനാഹത ധ്വനികളായും ഗാനം ചെയ്യപ്പെടുന്ന ഗാനസാഹിത്യങ്ങളിൽ വിവിധ രാഗങ്ങളായും പാലാഴിയിൽ തിരമാലകളുടെ ഘോഷമായും ആകാശമാർഗത്തിൽ ശംഖാരനാദമായും പ്രകടമാകുന്ന ശംഖാരധ്വനി എന്ന പോലെ പ്രപഞ്ച രൂപങ്ങളിലെല്ലാം അഖണ്ഡാദ്വയമായി വിലസുന്ന ആനന്ദരൂപനായ ഹരിനാരായണന് നമസ്കാരം. ഇവിടെ പറയുന്നത് ശംഖാരനാദത്തെക്കുറിച്ചാണ് പറയുന്നത്. ഈ ശംഖാരനാദം എന്ന് പറയുന്നത് നമ്മുടെ പ്രണവാകാരം, അതായത് നമ്മുടെ ഈ പ്രപഞ്ച സൃഷ്ടിയിലെ എല്ലാ വിവിധ രൂപങ്ങളിലുള്ള ശബ്ദങ്ങളെ എല്ലാം സ്വാംശീകരിച്ച് വരുന്ന ആ ഒറ്റ നാദമാണ് ഈ ശംഖാരനാദം. ഈ ശംഖാരനാദത്തിൽ നിന്നാണ് പ്രകൃതിയിലെ പല 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 നാദങ്ങൾ ഇവിടെ ഉണ്ടായിരിക്കുന്നത്. ഈ ശംഖാരനാദത്തെ ഒന്നായ ആ ഓങ്കാര ശംഖാരനാദത്തെ അറിയാൻ പറ്റുന്ന ആർക്ക് മാത്രമാണ്? യോഗികൾക്ക് മാത്രമേ അതറിയാൻ കഴിയുള്ളൂ. കാരണം അവരുടെ ധ്യാന സാധനയിലൂടെ എത്രയോങ്കിലും നാളത്തെ പരിശ്രമത്തിലൂടെ അവർ ധ്യാനത്തിലൂടെ ധ്യാനിച്ച് അവരുടെ ആ ഉള്ളിലെ ഊർജം കണ്ടെത്തുകയാണ് ആ ശബ്ദം. അതാണ് ശംഖാരനാദം എന്ന് ഇവിടെ പറയുന്നത്. ആ ശംഖാര ശബ്ദം നമുക്ക് അറിയാൻ കഴിയില്ല. നമുക്ക് അറിയണമെങ്കിൽ, വെറുതെ നമുക്കത് അറിയണമെങ്കിൽ എന്നുള്ള ഒരു മാർഗം എന്ന് പറയുന്നത് നമ്മുടെ രണ്ട് ചെവികളിലും വിരൽ പൊത്തിപ്പിടിച്ചിട്ട് കുറച്ച് നേരം നമ്മൾ ശ്രദ്ധിച്ച് നോക്കണം. അപ്പോഴാണ് കടലെരമ്പുന്ന ശബ്ദം കേൾക്കാം. അത് അങ്ങനെ കൈ അടയ്ക്കുമ്പോൾ മാത്രമേ നമുക്കത് അനുഭവിക്കാൻ പറ്റൂ. അപ്പോൾ യോഗികൾക്കത് സ്ഥിരമായി അറിയാൻ കഴിയും. അതിനെയാണ് ഇവിടെ അനാഹതനാദം എന്ന് പറയുന്നത്. അപ്പം നാദം രണ്ട് തരമുണ്ട്. ഒന്ന് ആഹതനാദം, ഒന്ന് അനാഹതനാദം. യോഗികൾക്ക് മാത്രം അറിയാൻ കഴിയുന്ന നാദമാണ് ആ അനാഹതനാദം. അതാണ് ഇവിടെ പറയുന്ന ശംഖാരനാദമായ ഓങ്കാരനാദം. ഇത് സർവദാ പ്രപഞ്ചത്തിൽ സൃഷ്ടിച്ചപ്പോൾ ഭഗവാൻ ശബ്ദത്തോടൊപ്പമാണ് പ്രപഞ്ച സൃഷ്ടി നടത്തിയിരിക്കുന്നത്. അപ്പോൾ എല്ലാ ജീവജാലങ്ങളിലും ഇത് എന്താവാൻ പറ്റും? എല്ലാ ജീവജാലങ്ങളും ഇത് ഇങ്ങനെ പ്രതിബിംബിച്ചുകൊണ്ടിരിക്കണം. ഉള്ളിൽ ഈ ശബ്ദം മുഴങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ജന്തുക്കൾക്കും ജീവികൾക്കൊന്നും ഇത് അറിയാൻ കഴിയില്ല. മനുഷ്യർക്കും അത് അറിയണമെങ്കിൽ എങ്ങനെ? ഈ യോഗ സാധനങ്ങളിലൂടെ, ധ്യാനത്തിലൂടെ മാത്രമേ അവർക്ക് ഇതറിയാൻ കഴിയും. അപ്പോൾ ഏതെല്ലാം തരത്തിലുള്ള ശബ്ദമുണ്ടെന്ന് നമുക്ക് അറിയണ്ടേ? അവിടെയാണ് പറയുന്നത് യോഗീശ്വരന്മാരുടെ ഉള്ളിൽ അറിയപ്പെടുന്ന അനാഗത ധ്വനി എന്ന് പറയുന്ന ശബ്ദം. അതാണ് ഓങ്കാരം. ആ ശംഖാരനാദം ഭഗവാൻ തന്നെയാണ്. നമ്മൾ ഹരിനാരായണനാണത്. ആ ഭഗവാനാണ് ആ ശബ്ദം. എല്ലാം ഇവിടെ ഭഗവാനാണല്ലോ. അപ്പോൾ ആ ശബ്ദം ഭഗവാനാണ്. അത് യോഗികൾക്ക് അറിയാൻ കഴിയും. നമ്മുടെ എല്ലാവരുടെ ഉള്ളിലും ആ അനാഗത ധ്വനി ഉണ്ട്. അത് നമ്മൾ അന്വേഷിച്ച് നമ്മൾ ജപ സാധനയിലൂടെ, ധ്യാന സാധനയിലൂടെ മാത്രമേ നമുക്കത് അനുഭവിച്ചറിയാൻ കഴിയും. യോഗികൾക്ക് അത് സദാ അനുഭവിക്കാൻ കഴിയും. പിന്നെ ഗാനം ചെയ്യപ്പെടുന്ന ഗാനസാഹിത്യം, നമ്മുടെ ഇവിടെ കാണുന്ന സംഗീതം എന്ന് പറഞ്ഞാൽ എല്ലാത്തരം സംഗീതമാണല്ലോ. സിനിമാ സംഗീതമുണ്ട്, നാടൻ സംഗീതമുണ്ട്, അടിച്ചുപൊളി സംഗീതമുണ്ട്, കവിതാ സംഗീതം, എന്തെല്ലാം തരം സംഗീതങ്ങളുണ്ട്. വിവിധ സംഗീതങ്ങൾ, ഓരോരോ ഗീതകൾ. നമ്മുടെ ഭഗവത്ഗീത പോലുള്ള ഗീതകൾ കുറേ പറഞ്ഞിട്ടുണ്ടല്ലോ. നമ്മൾ മുമ്പത്തെ പോയങ്ങളിലൊക്കെ അഷ്ടാവക്ര ഗീത, ഒരുപാട് തരം ഗീതകളുണ്ട്. അതിലൊക്കെ ഗാനത്താൽ എഴുതപ്പെട്ട് മുനിമാർ സംഗീതം ചെയ്തിട്ടിരിക്കുന്നത് വിവിധ. അത് ഉദാഹരണം നമുക്ക് പറയുകയാണെങ്കിൽ സംഗീത ത്രിമൂർത്തികളെ എടുക്കാം. അവർ യോഗീശ്വരന്മാരാണ്. അവർ സംഗീതം ധ്യാനമായി ഉൾക്കൊണ്ട് അതിൽ നിന്ന് അവർക്ക് അനാഹത ധ്വനി അവർക്കറിയാം. അവരങ്ങനെ യോഗീശ്വരന്മാരാണ്. അവരെന്ത് ചെയ്യുന്നുണ്ട്? ഗാനങ്ങൾ ചിട്ടപ്പെടുത്തിയിട്ടുണ്ട്. സംഗീത ആ ഒരു വിഭാഗം തന്നെ ആരാണ്? ഈ ത്രിമൂർത്തികളും. അതിനോടൊപ്പം അതിന് ശേഷമാണ് മറ്റുള്ളവർക്ക് വന്നത്. അപ്പോൾ ത്യാഗരാജ സ്വാമികൾ, ശ്യാമാശാസ്ത്രികൾ, മുത്തുസ്വാമി ദീക്ഷിതർ, ഇവർ 3 പേരാണ് സംഗീത ത്രിമൂർത്തികൾ. അവരൊക്കെ യോഗീശ്വരന്മാരായിരുന്നു. അവരെല്ലാം അനാഹത നാദം അവർ മനസ്സിലാക്കിയവരാണ്, യോഗികളെ. അപ്പോൾ അവർക്ക് അതിൽ നിന്ന് കിട്ടിയ ജ്ഞാനം കൊണ്ട്, അത് അറിഞ്ഞു കഴിയുമ്പോൾ ഇതെല്ലാ ജ്ഞാനവും ഉണ്ടാവുകയാണ്. ആ ഒരു യോഗി തുല്യമാകുമ്പോൾ പിന്നെ നമ്മൾ ഈശ്വര തത്വം പറയുന്നതെന്നാണ് ഇവിടെ പറയപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ സൃഷ്ടിച്ചുള്ള സംഗീതങ്ങൾ അവിടെ എന്തെല്ലാം തരം, അത് സംഗീതം പഠിച്ചിട്ടുള്ളവർക്ക് മാത്രമേ അതിൻ്റെ ആ ഒരു ശാഖയെക്കുറിച്ച് പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ. അപ്പോൾ സംഗീതം ഏതെല്ലാം തരത്തിൽ എങ്ങനെയൊക്കെ അവർ ചെയ്തിരിക്കുന്നു എന്നുള്ളത് അവർക്കുള്ളിൽ കിട്ടിയ ഈ അനാഹതനാദത്തിൻ്റെ വെളിച്ചത്താലാണ് അവർ യോഗികളായി മാറി അവർ തന്നെ
ഈശ്വരതുല്യമായി സോതിരുന്നാൾ രാജാവില്ല, നമുക്ക് അറിയാവുന്നൊരു കഥയാണ്. സോതിരുന്നാളിൻ്റെ ആ ഒരു രീതി, സംഗീതത്തിന് ചെയ്തിട്ടുള്ള സംഭാവനകൾ, അവരെല്ലാം ഇങ്ങനെയുള്ളവരായിരുന്നു. അവർ ആ തരത്തിൽ ആ സംഗീതം, അനാഹത സംഗീതം, അനാഹതനാദവും ആഹതനാദവും, നമ്മൾ പുറത്ത് കേൾക്കുന്ന നാദം ആഹതനാദം, അകത്ത് കേൾക്കുന്ന നാദം അനാഹതനാദം, ഇത് രണ്ടും തമ്മിൽ തിരിച്ചറിഞ്ഞവരാണ് യോഗീശ്വരന്മാർ. അങ്ങനെ യോഗീശ്വരന്മാരായിട്ടുള്ളവരാണ് സംഗീത സന്യാസിമാർ. അവരൊക്കെയാണ് ഈ സംഗീതത്തെ പല രാഗത്തിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. അതിനും കാരണം ഈ ശങ്കാരനാദത്തിൽ നിന്ന് വന്നതാണ്. അതെല്ലാം ഒന്ന് ഇവിടെ പറയപ്പെടുന്നതാണ്. പറയുന്ന ഗാനം ചെയ്യപ്പെടുന്ന ഗാനസാഹിത്യങ്ങളിൽ വിവിധ രാഗങ്ങളായിട്ട് എത്ര നമ്മളിപ്പോൾ പൊതുവെ പറഞ്ഞ 72 മേള രാഗങ്ങളുണ്ടെന്ന് പറയുന്നു. അതിൽ നിന്നാണ് ബാക്കിയെല്ലാം വന്നിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ സംഗീതം പഠിച്ചിട്ടുള്ളവർക്ക് മാത്രമേ അങ്ങോട്ട് ആ കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവും. അപ്പോൾ ഇത്രത്തോളം രാഗങ്ങളുണ്ടോ, ജന്യരാഗങ്ങളുണ്ടോ, കണ്ടുപിടിച്ച പുതിയ രാഗങ്ങളുണ്ടോ, അതെല്ലാം വന്നിരിക്കുന്നത് നമ്മുടെ ഈ ശങ്കാരധ്വനിയായ ഹരിനാരായണൻ്റെ ഭഗവാൻ എന്നാണ് പറയുന്നത്. ആ ഭഗവാൻ തന്നെയാണ് നാദമായി ഇവിടെ ശബ്ദമായി എല്ലാം രൂപം കൊണ്ടിരിക്കുന്നതെന്നാണ് പറയുന്നത്. പിന്നെ പറയുന്നുണ്ട് പാലാഴിയിലെ തിരമാലകളുടെ ഘോഷം, തിരമാലകളുടെ ശബ്ദം. നമ്മൾ കണ്ണ് കാണാൻ പോണ എന്തിനാണ്? തിരമാലയോട് കളിക്കാനും തിരമാലകൾ വരുന്ന ശബ്ദം കേൾക്കാനും ഒക്കെയാണ്. അപ്പം ആ ഒരു വല്ലാത്ത ശബ്ദം, അതിൽ കൂടെ കാറ്റിൻ്റെ ശബ്ദമുണ്ട്, ആ കടലിലിങ്ങനെ ശബ്ദവും തിരമാലകളുടെ ശബ്ദവും എല്ലാം കൂടി കേൾക്കുന്ന ആ ശബ്ദവും എന്താണ്? ഈ ശങ്കാരധ്വനിയിൽ നിന്ന് വന്നതാണ്. ആകാശമാർഗത്തിൽ ശങ്കാരധ്വനി നാദമായും പ്രകടമാകുന്ന ശങ്കാരധ്വനി എന്ന പ്രപഞ്ച രൂപങ്ങളിലെല്ലാം അഖണ്ഡ അദ്വയമായി ഒന്നായി പ്രപഞ്ചത്തിൽ കാണുന്ന പല രൂപത്തിലാണ് പ്രപഞ്ചത്തിൽ ഭഗവാൻ സൃഷ്ടിച്ചിരിക്കുന്നത്. അവിടെ കിളികളുണ്ട്, പക്ഷികളുണ്ട്, മൃഗങ്ങളുണ്ട്. പിന്നെ അങ്ങനെ പറഞ്ഞു വരുമ്പോൾ നമ്മൾ ഈ നാദത്തെ 7 സ്വരങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അതിൽ 7 പക്ഷി മൃഗാദികളുടെ ശബ്ദങ്ങളാണ് അവിടെ 7 സ്വരങ്ങൾ. സ രി ഗ മ പ ധ നി എന്നാണ് ഈ സ്വരങ്ങൾ തന്നെ ചിട്ടപ്പെടുത്തിക്കുന്നത്. ആ ശബ്ദമായിട്ട് സാമ്യപ്പെടുത്തിയിട്ടാണ്. കുയിൽ, അങ്ങനെ ഓരോരുത്തർ, മയിൽ, കുയിലൊക്കെ ഉണ്ട്. അങ്ങനെ ഋഷഭം, കളരി, ഋഷഭം, അത് പിന്നീട് പറയാം, അത് സംഗീത ക്ലാസ് അല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയാണ് ഈ ശബ്ദങ്ങൾ പ്രകൃതിയിൽ ഇങ്ങനെ വിസ്തരിച്ച് കിടക്കുന്നത്. പല രൂപത്തിലും ഭാവത്തിലും കിടക്കുന്നു. പല രൂപം വെച്ച് നമ്മൾ പ്രപഞ്ച സൃഷ്ടി പല രൂപത്തിൽ വ്യത്യസ്തമായതിൽ നിന്ന് ഒന്നായി മാറി, ഒന്നിൽ നിന്ന് വ്യത്യസ്തമായതാണെന്നും ആ വ്യത്യസ്തമായതെല്ലാം ഒന്നാണെന്നുമാണ് ഇവിടെ പറയുന്നത് ആ ശങ്കാരധ്വനി എന്ന അതിൻ്റെ ശബ്ദത്തിൻ്റെ അർത്ഥം. അപ്പം എന്താണ്? ഏതെല്ലാ രൂപത്തിൽ ഇവിടെ പ്രപഞ്ചത്തിൽ നമ്മൾ കാണുന്നു, കേൾക്കുന്ന ശബ്ദങ്ങളെല്ലാം ആ സാക്ഷാൽ ഹരിനാരായണനാണെന്നാണ് ഇവിടെ ആചാര്യൻ നമ്മെ പറഞ്ഞ് മനസ്സിലാക്കുന്നത്. മനസ്സിലായില്ലേ? ശങ്കാരധ്വനിയുടെ കാര്യം പറയാണ്. ഈ ശങ്കാരധ്വനി എല്ലാ മനുഷ്യരിലും ഉണ്ട്. കാരണം പരബ്രഹ്മത്തിൽ നിന്നാണ് നമ്മളെല്ലാവരും വന്നിരിക്കുന്നതിൻ്റെ ഏക തെളിവാണ്. നമ്മുടെ പ്രാണസ്പന്ദനം, അതിനൊരു ശബ്ദമുണ്ട്. നമ്മുടെ ഹൃദയത്തിലൊരു ശബ്ദമുണ്ടില്ലേ? ആ ശബ്ദത്തിൻ്റെ ഉള്ളിലിരിക്കുന്ന ശബ്ദം, ബോധത്തിൻ്റെ ശബ്ദം, പരബ്രഹ്മ സ്വരൂപത്തിൻ്റെ ആ അംശം ആണ് നമ്മുടെ ഉള്ളിലിരിക്കുന്ന ബോധസ്വരൂപമായ ആനന്ദസ്വരൂപമായ നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആ ജീവാത്മാവ്, ഈശ്വരൻ്റെ അംശമായ ജീവാത്മാവ്. അതിനെ നമ്മൾ പരിപക്വമായി എടുക്കുമ്പോഴാണ് താതാത്മ്യമാവുന്നത്. അതുവരെ നമ്മൾ ജീവാത്മാവ് തന്നെയാണ്. ജീവാത്മാവ് പരമാത്മ തത്വത്തിലെത്തുമ്പോൾ മാത്രമാണ് നമ്മൾ അതുമായിട്ട് യോജിക്കുന്നത്. അവിടെയാണ് നമുക്ക് മോക്ഷഗതി ഉണ്ടാകും, നമ്മൾ നിർവ്വാണം പ്രാപിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ആ ശബ്ദം എല്ലാ മനുഷ്യരും ജീവജാലങ്ങളിലൊക്കെ ഉണ്ട്. പക്ഷേ ജീവജാലങ്ങളിൽ എല്ലാവർക്കും അവർക്ക് ബുദ്ധിയുണ്ടോ? ഇല്ല. ബ്രഹ്മാവ് പറഞ്ഞില്ലേ, മനുഷ്യനെ സൃഷ്ടിച്ചപ്പോഴാണ് സന്തോഷമായത്. ബുദ്ധിയും ബോധമുള്ള ഒരു സൃഷ്ടി നടത്തിയപ്പോഴാണ് ബ്രഹ്മാവിന് സന്തോഷം. കാരണം ഈ തത്വങ്ങളൊക്കെ അറിയണമെങ്കിൽ ബുദ്ധിയും ബോധവും ഒക്കെ ഉള്ളവരായിരിക്കണം, അല്ലാതെ ഇത് മനസ്സിലാക്കാൻ പറ്റും. ഇത് അറിയാനാണല്ലോ നമ്മൾ ഈ ജന്മം എടുത്തിരിക്കുന്നതിന്. ഈ ജീവാത്മാ പരമാത്മാ തത്വം മനസ്സിലാക്കാൻ, അതിലെത്താൻ എങ്ങനെയാണെന്നും അതിന് എന്തൊക്കെ സാധനങ്ങൾ ചെയ്യണമെന്നും ഒക്കെയുള്ള നമുക്ക് ആ ഒരു വിവരണത്തിനാണ് നമ്മൾ ഈ ജന്മം എടുത്തിരിക്കുന്നത്. നമ്മുടെ കർമ്മത്താൽ നമ്മൾ വന്നെങ്കിലും ആ കർമ്മങ്ങളെയൊക്കെ നമുക്ക് ഈ സ്വഭാവം കൊണ്ട് സാധൂകരിക്കാം. ഈ ലക്ഷ്യത്തിലേക്ക് പോകാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ നമ്മുടെ കർമ്മങ്ങളൊക്കെ നമുക്ക് സാധൂകരിക്കാൻ കഴിയുമെന്ന് ഈശ്വരൻ പറഞ്ഞു. എല്ലാം നമ്മളിൽ തന്നെയാണ്, നമ്മളത് കണ്ടുപിടിക്കണം. അതിലാണ് നമ്മുടെ കഴിവ്. അതിനാണ് മനുഷ്യനെ ബ്രഹ്മാവ് സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ എല്ലാവരുടെ ഉള്ളിലും ഈ ഓങ്കാരധ്വനി ശബ്ദമുണ്ട്. പക്ഷെ അത് നമ്മൾ കുറേ നാൾ ധ്യാനത്തിലിരുന്ന് കഴിയുമ്പോൾ ധ്യാനത്തിലിരുന്ന് നമുക്ക് ആ ശബ്ദം തനിയെ കേൾക്കാൻ കഴിയും. അതിന് പകരം നമ്മൾ പറയും ഓം നമഃശിവായ എന്ന് പറഞ്ഞ് നമ്മൾ സ്ഥിരമായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് നമ്മൾ നമ്മുടെ ജീവശ്വാസം പോലെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ പിന്നെ അത് റിപ്പീറ്റ് അടിക്കും. അത് നമുക്കിങ്ങനെ കേൾക്കാം. നമ്മൾ കണ്ണടച്ചിരിക്കുമ്പോൾ നമുക്ക് തോന്നും ഓം നമഃശിവായ ഇങ്ങനെ തിരിച്ച് പറയുന്നത് പോലെ. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി അവിടെ ഉണ്ടെന്ന് നമ്മൾ വിചാരിക്കുക. നമ്മൾ പറഞ്ഞ് അതിലേക്ക് ശ്രദ്ധിച്ചപ്പോൾ മാത്രമാണ് നമുക്കത് അനുഭവിക്കാൻ കഴിയുന്നത്. അതാണ് ഈ ഓം നമ്മൾ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നത്. നമ്മുടെ ഈ തസ്തികളിലേക്ക് കയറി പോകാൻ നമുക്ക് എളുപ്പമുള്ള മാർഗ്ഗം എന്താണ്? ആ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയണം. നമ്മൾ ഓങ്കാരം നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. രാവിലെ 5 മണിക്ക് എണീച്ച് നമ്മൾ ഓങ്കാരം പ്രാക്ടീസ് ചെയ്താണ് ഇത് കാര്യങ്ങളിൽ ഏതാണ്ട് ചില കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നമുക്ക് ബാക്കിയുള്ളതൊക്കെ പിന്നെ അങ്ങോട്ടുള്ള കാര്യമല്ലേ. അപ്പം നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. നമ്മളിലാണ് ഈശ്വരൻ ഇരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതാണ് ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നുണ്ട്,
എന്നെ ആശ്രയിക്കേണ്ട കാര്യമില്ല. നിങ്ങളിൽ തന്നെയുള്ള ഞാനെന്ന ആ സച്ചിദാനന്ദ രൂപത്തെ നിങ്ങൾ കണ്ടുപിടിച്ച് നിങ്ങൾ അതിൽ നിന്ന് മനസ്സിലാക്കി നിങ്ങൾക്ക് സർവ്വത് ഇവിടെ നേടാൻ കഴിയും. അത് ഉദ്ധവരോട് പറയുന്നുണ്ട്. ഉദ്ധവർ അവസാനം സ്വർഗാരോഹണത്തിന് മുമ്പുള്ള കൃഷ്ണനോടുള്ള സംവാദത്തിൽ ഉദ്ധവരോട് പറയുന്നുണ്ട് ഇതുപോലെ, ഭഗവാൻ ഞാൻ എല്ലാത്തിലും ഉണ്ട്, ഞാൻ എല്ലാവരിലും നിൽക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഞാനെന്ന എന്നെ നിങ്ങളിൽ കണ്ട് നിങ്ങളത് മനസ്സിലാക്കി നിങ്ങളിലെ പവർ അത് ഞാൻ തന്നെയാണ്, അത് നിങ്ങൾ കണ്ടുപിടിക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. അതിനുള്ള വഴി നിങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ ഞാൻ നിങ്ങൾ ഒന്നാവുകയാണ്. ഒരിക്കലും ഭഗവാൻ നമ്മൾ ആവുന്നില്ല, പക്ഷേ ആ ജീവാത്മാ തത്വം എന്തെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമെന്നും ആ മനസ്സിലാക്കുന്ന ആ ജീവാത്മാവിനെ എന്ത് ഇവിടെ നേടാൻ കഴിയുമെന്നും അങ്ങനെ നേടിയെടുക്കണമെന്നുമാണ് ഭഗവാൻ നമ്മളെ ഈ ഭഗവത്ഗീതയിൽ പഠിപ്പിച്ചിട്ട് പോയിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാം നമ്മൾ ഈശ്വരനോട് ഒന്നും യാചിക്കേണ്ട കാര്യമില്ല. നമ്മൾ ആ വഴിയിലെത്തണം. ആ വഴിയിലെത്തണമെങ്കിൽ കുറേ കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളിൽ വരാനാണ് എല്ലാവർക്കും ബുദ്ധിമുട്ട്. നമ്മളിപ്പോൾ തന്നെ നമുക്കൊരു അസുഖം കാര്യങ്ങളൊക്കെ ഉണ്ട്, ഒരു ജ്യോത്സ്യനെ കാണാൻ പോകണമെന്ന് വെച്ചോ. ജ്യോത്സ്യനെ കാണാൻ പോകുമ്പോൾ ആ ജ്യോത്സ്യൻ എന്താണ് പറഞ്ഞു തരുന്നത്? ഇന്ന ക്ഷേത്രത്തിൽ പോയി 21 നിർമാല്യം തൊഴുക, അല്ലെങ്കിൽ ഉദയാസ്തമന പൂജ തൊഴുക, അല്ലെങ്കിൽ ഇന്നത് ചെയ്യുക. അപ്പം നമ്മൾ എന്താവുന്നു? ഒരു 21 ദിവസത്തെ നമ്മുടെ ഒരു ചിട്ടയായ ഒരു ജീവിതം നമുക്കുണ്ടാവുകയാണ്. ആ കുളിച്ച് തൊഴാൻ പോകുമ്പോഴത്തേക്ക് നമ്മൾ 21 ദിവസം ഒരു കാര്യം ഏത് പ്രവൃത്തി 3 വെള്ളിയാഴ്ച നമ്മൾ തുടർച്ചയായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താവും? നമ്മൾ അതിന് അഡിക്റ്റ് ആവും. അത് വെള്ളവടി ആയാലും ശരി, പുകവലി ആയാലും ശരി, എന്ത് കരിഞ്ചന്ത ആയാലും എന്തൊക്കെയാണെന്ന് വെച്ചാൽ അത് ഏതാണ് നല്ലത് എടുക്കുന്നത് നമ്മുടെ ഭാഗ്യമായിരിക്കും. ഏത് സ്വഭാവത്തിനെയാണോ നമ്മൾ 21 ദിവസം കൂട്ടുപിടിക്കുന്നത് ആ സ്വഭാവം നമ്മുടെ തോഴനായി മാറും. അതുപോലെ 21 ദിവസം നമ്മൾ ഹരേ രാമ ഹരേ കൃഷ്ണ എന്ന് നമ്മൾ ഭഗവാനെ വിളിക്കുകയാണെങ്കിൽ ഭഗവാൻ നമ്മുടെ ഉറ്റ തോഴനായി വരും. പിന്നെ നമുക്കൊന്നും പേടിക്കേണ്ട കാര്യമില്ല. നമ്മളെ എത്തിക്കേണ്ട വഴിക്കെത്തും. അവിടെ യാതൊന്നും ഭയക്കാനും പേടിക്കാനൊന്നുമില്ല. സത്യധർമ്മമായ കാര്യങ്ങളിലേക്ക് മാത്രമേ എന്ത് സംഭവിച്ചാലും സത്യത്തോടൊപ്പം നിൽക്കുക. അങ്ങനെ ഒരു വിശ്വാസം നമുക്കുണ്ട്. അതാണ് ഭഗവാൻ തരുന്ന വിശ്വാസം. ഭഗവാൻ തരുന്ന നമ്മുടെ ആനുകൂല്യം എന്താണ്? ഭഗവാനെ സ്മരിച്ച് നമ്മൾ ഭഗവാനെ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ നമുക്ക് ഭഗവാൻ എന്താ തരുന്നേ? ആ ഒരു കോൺഫിഡൻറ്റ്. ഒന്ന് വന്നാലും പതറരുത്, ഞാനുണ്ടെന്നുള്ള ഞാൻ നമ്മുടെ ഉള്ളിൽ തന്നെയാണ് ഇരിക്കുന്നതെന്നാണ് പഠിപ്പിക്കുന്നതാണ് ഈ ശങ്കാരധ്വനി എന്ന 4 വരികളിലൂടെ നമ്മളെ ആചാര്യൻ നമ്മെ പഠിപ്പിച്ച് മനസ്സിലാക്കി തരുന്നത്. അതുകൊണ്ട് എല്ലാ ജീവജാലങ്ങളിലും ഈ ഓങ്കാരധ്വനി ഉണ്ട്. അത് അനുഭവിച്ചറിയുന്നവർക്ക് അത് മനസ്സിലാക്കാൻ കഴിയും. അതാണ് പരമ്പൊരുളായ പരബ്രഹ്മ തത്വമായ ജീവാത്മാ പരമാത്മ തത്വത്തിൻ്റെ അടയാളം. ഈ നമ്മുടെ പ്രാണനായ നമ്മുടെ ഓങ്കാരം നമ്മുടെ എല്ലാവരുടെ ഉള്ളിലും ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിനുവേണ്ടി ശ്രമിച്ചു നോക്കുമ്പോൾ നമുക്കത് അറിയാൻ കഴിയും. ആ ഒരു ഓങ്കാര ശബ്ദം ഉണ്ട്. അതിന് ഓങ്കാരം തന്നെ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. രാവിലെ ഓങ്കാരം പ്രവേശം അല്ലെ ഹരേ രാമ ഹരേ കൃഷ്ണ ഏതെങ്കിലും ഒരു മന്ത്രം നമ്മുടെ ഒരു ജീവവായു പോലെ സ്വീകരിക്കാം. അതുകൊണ്ട് ഐശ്വര്യമല്ലാതെ വേറൊന്നും നമ്മുടെ ജീവൻ്റെതായ എല്ലാ പാതകളും കടന്ന് നമുക്ക് എത്തേണ്ട സ്ഥലത്ത് കൊണ്ട് നമ്മളെ എത്തിക്കുന്ന മന്ത്രങ്ങളാണ് ഇതൊക്കെ. ഓം നമ ശിവായ, ഹരേ രാമ ഹരേ കൃഷ്ണ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ നാരായണായ. അവരവരുടെ ഇഷ്ടപ്പെട്ട ഇഷ്ടദേവതയുടെ മൂലമന്ത്രങ്ങൾ ഇങ്ങനെ ജപിച്ച് സ്ഥിരമായി നമ്മൾ ജപിക്കും. നമ്മുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയാവുകയും നമ്മൾ തന്നെ ഓട്ടോമാറ്റിക്കലി വഴിയിലേക്ക് പോവുകയും ചെയ്യും. നമ്മൾ ആരെന്ന് നമുക്ക് തിരിച്ചറിയാനുള്ള കഴിവുണ്ടാവും. അതിലൂടെ നമുക്ക് വിജയങ്ങളുണ്ടാവും. നമ്മളുടെ ഉള്ള മാറ്റം നമുക്ക് ഓരോരോ വിജയങ്ങളിലേക്ക് നമ്മളെ കടത്തിവിടും. കാരണം അതിനുള്ള പവർ നമുക്ക് ഇതിൽ നിന്ന് ആർജിക്കുകയാണ്. അപ്പം നമ്മളിലുള്ളവരെ എല്ലാവരിലും ഉള്ളതായ ആ പ്രണവാകാരം ഓങ്കാരധ്വനി ഉള്ളിലിരിക്കുന്നത് ഈ എല്ലാം കൂടി ചേർന്ന ശങ്കാരധ്വനിയായ ഭഗവാന്റെ പ്രണവധ്വനി എന്നാണ് ഇവിടെ. അത് ഹരിനാരായണനാണെന്നും അത് മഹാവിഷ്ണു സാക്ഷാൽ മഹാവിഷ്ണുവാണെന്നുമാണ് പറയുന്നത്. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കൂടെ ഈശ്വരൻ്റെ അംശമാണ് നമ്മളെന്നും ഈശ്വരത്വം നമ്മളിൽ ഉള്ളിരിക്കുന്നതെന്നും. അപ്പോൾ ഈശ്വരത്വം ഉണ്ടാവാൻ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഈ മായയിലുള്ള പ്രശ്നങ്ങളിൽ നിന്ന് കുറേയൊക്കെ അകലണം. കുറച്ചിട്ട് അകലുക വെച്ചാൽ നമ്മൾ ജീവിതം ഉപേക്ഷിക്കുക എന്നുള്ളതല്ല, സൽചിന്തകളും സൽപ്രവർത്തികളും ചെയ്ത് തുടങ്ങുക. അപ്പോൾ നമുക്ക് ഈ ജീവിതത്തോടൊപ്പം തന്നെ നമുക്ക് അറിയേണ്ടതായ കാര്യങ്ങളും വിജയിക്കേണ്ടതായ കുറേ കാര്യങ്ങളും നമ്മളുടേതായ ചില തിരിച്ചറിവുകളൊക്കെ നമുക്ക് ഇതിൽ നിന്ന് കിട്ടും. അപ്പോൾ അതുകൊണ്ട് പറയുന്ന അങ്ങനെ ശങ്കാരധ്വനി എന്ന് പറയുന്ന പ്രപഞ്ചത്തിൻ്റെ വിവിധ രൂപത്തിൽ കിടക്കുന്ന ശബ്ദങ്ങളെല്ലാം കൂടി ഒരുമിച്ച് വന്ന ആ ശങ്കാരധ്വനി സാക്ഷാൽ ഹരിനാരായണൻ എന്നാണ് ഇവിടെ ആചാര്യൻ നമ്മെ പഠിപ്പിക്കുന്നത്. നമ്മളിപ്പോൾ കുറേ മനസ്സിലാക്കിയപ്പോൾ നമുക്കും തോന്നുന്നില്ലേ അതെല്ലാം ഭഗവാൻ ഇവിടെ എന്തെല്ലാം ഉണ്ടായിട്ടുണ്ടോ അതെല്ലാം ഭഗവാന്റെ തന്നെയാണ്. ഭഗവാനാണ് അതെല്ലാം. ഭഗവാൻ സൃഷ്ടി നടത്തി ഇതിലൂടെ എല്ലാം ഓരോന്ന് കണ്ട് ആനന്ദിക്കുകയാണ്. അപ്പോൾ ആ ഭഗവാനെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഉണ്ടാകുന്ന കാര്യത്തെക്കുറിച്ച് പറയുന്നു ഇവിടെ. എന്താണ്? സച്ചിദാനന്ദം നമുക്ക് ഉണ്ടാവുകയാണ്. നമ്മൾ ഇതൊക്കെ മനസ്സിലാക്കി വരുമ്പോൾ നമ്മൾ ഭയക്കേണ്ട കാര്യമില്ല. ഭയക്കുന്നത് അറിവില്ലാത്തതുകൊണ്ടാണ്. അറിവുള്ളവർക്ക് അത് ഭയം ഉണ്ടാവില്ല. അതിലെ ആനന്ദങ്ങൾ അനുഭവിക്കാനേ തോന്നത്തുള്ളൂ. അപ്പം നമുക്ക് സ്നേഹവും വിശ്വാസവും ഒക്കെ വരുന്നവർക്ക് മാത്രമേ ഇതിലോട്ട് കടന്നു പോകാൻ പറ്റൂ.
വേറെ ചിന്തകൾ പുറകോട്ട് ചിന്തിക്കുന്നവർക്ക് അത് പറ്റില്ല. അയ്യോ അത് വന്ന് അങ്ങനെയാണ് ഇങ്ങനെയാണ് ആ തരത്തിൽ. ഇതല്ല ഈശ്വരനാണെന്നും അത് നമ്മളും ഭാഗവാക്കാണെന്നും നമ്മളിൽ അത് ഉണ്ടെന്നും നമുക്ക് അത് അനുഭവിച്ചറിയാൻ കഴിയുമെന്നും അതിലൂടെ നമുക്ക് മാനസികമായ സന്തോഷവും സുഖവും കിട്ടിക്കഴിയുമ്പോൾ നമ്മുടെ ഈ ജീവിതത്തിലെ സത്യങ്ങളെ മനസ്സിലാക്കാൻ കഴിയും. നമുക്കിവിടെ നിന്നും ആർക്കും ഇവിടെ ഭഗവാൻ സുഖം വെച്ചിട്ടില്ല. സുഖം എന്ന് പറയുന്നത് എന്താണ്? കഠിനമായ ദുഃഖങ്ങളിൽ നിന്നിട്ട് ഒരു തുള്ളി ഒരു തേൻ എന്ന് പറഞ്ഞ പോലെ ഒരു ഇടക്കാല ആശ്വാസമാണ് നമ്മളിവിടെ വലിയ സുഖമായിട്ട് കാണുന്നതല്ലേ. കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടും ഇപ്പോഴാണ് ഈ മാരകമായ രോഗങ്ങൾ എവിടെ നോക്കിയാലും കണ്ണുനീരും കരച്ചിലും മാത്രമേ ഉള്ളൂ. പണം ഉള്ളവരുണ്ട്, പണം ഇല്ലാത്തവരുണ്ട്. പണം ഉള്ളവർക്കും രക്ഷപ്പെടാൻ കഴിയുന്നില്ല, പണം ഇല്ലാത്തവർക്കും രക്ഷപ്പെടാൻ കഴിയുന്നില്ല. അപ്പോൾ ഇത് പ്രപഞ്ച തത്വമാണ്. ഇങ്ങനെ കഷ്ടങ്ങൾ കർമ്മഗതിയാലും നമ്മൾക്കിത് വന്ന് അനുഭവിക്കണം എന്നുള്ളൊരു വിധി നമുക്ക് കിടക്കുമ്പോൾ നമ്മളത് അനുഭവിക്കണം. അപ്പം ആ അനുഭവത്തിൽ നിന്ന് നിങ്ങൾക്ക് എളുപ്പത്തിനുള്ള മാർഗമാണ് ഭക്തിമാർഗമെന്ന്. ആ ഭക്തിമാർഗമെന്ന ഷോർട്ട് കട്ടിലൂടെ നിങ്ങൾക്ക് എന്നെ അറിയാൻ കഴിയുമെന്നും അതിലൂടെ നിങ്ങൾക്ക് ഈ തത്വങ്ങൾ മനസ്സിലാകുമെന്നും ഈ കാണുന്ന പ്രപഞ്ച ദുഃഖങ്ങളായിട്ട് നമ്മൾ എടുക്കരുതെന്നും അധികമായ സന്തോഷങ്ങളിൽ നമ്മൾ ആനന്ദം കൊണ്ട് ബഹളം വയ്ക്കരുതെന്നും എല്ലാം സമദൃഷ്ടിയോടെ കാണാൻ പഠിക്കുകയെന്നും എല്ലാവരെയും ഒരുപോലെ കാണാൻ ശ്രമിക്കുകയെന്നും ഇതെല്ലാം പ്രപഞ്ച തത്വമാണ്, ഇതിനെ ആർക്കും മാറ്റിമറിക്കാൻ കഴിയില്ലെന്നും ഇത് യുഗങ്ങളോളം ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നതാണെന്നും ഇത് ഭഗവാന്റെ ഒരു ലീലയാണെന്നും ഒക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട തലത്തിലെത്താൻ വേണ്ടിയാണ് ഇതൊക്കെ നമ്മൾ ആലോചിക്കുന്നത്. അത് നമുക്ക് ഉടനെ സന്യാസിയാവാൻ പറ്റില്ലല്ലോ. ആ സന്യാസി യോഗ്യതയൊക്കെ നമുക്ക് അതിനനുസരിച്ച് നമ്മൾ പോകണം, ഗുരുവിനെ കാണണം, അങ്ങനെയൊക്കെ നമുക്ക് അതിലെത്താൻ പറ്റും. അപ്പം നമുക്ക് താൽക്കാലികമായിട്ടുള്ള ഈ ദുഃഖങ്ങളും സുഖങ്ങളും എന്തെന്നും അതിൻ്റെ കാരണം എന്തെന്ന് അറിയാൻ കഴിയും. അത് എല്ലാവർക്കും ഉള്ളതാണെന്നും കഴിയുന്ന ആർക്കും മാറ്റാൻ കഴിയില്ല. അഥവാ ഒരു പക്ഷേ മാറണമെങ്കിൽ നമ്മുടെ മനസ്സിനെ മാറ്റാൻ കഴിയും. മനസ്സിനെ എല്ലാത്തിനും തുലനം ചെയ്ത് കൊണ്ടുപോകാനുള്ള പവർ ഉണ്ടാക്കി എടുക്കുക മാത്രമേ ഇവിടെ വഴിയുള്ളെന്നും ആ മനസ്സിനെ അങ്ങനെ ആക്കിയെടുക്കണമെങ്കിൽ ആ സച്ചിദാനന്ദ സ്വരൂപന്റെ നാമങ്ങളും ജപങ്ങളും കാര്യങ്ങളും ഒക്കെ ചെയ്ത് കഥകളും ഒക്കെ കേട്ട് നമ്മുടെ മനസ്സിനെ ഇതെല്ലാം ഇങ്ങനെയാണ്, ഇതിനെ നമ്മൾ അഭിമുഖീകരിച്ചേ പറ്റൂ, നമ്മൾ അഭിമുഖീകരിച്ചില്ലെങ്കിലും അത് സംഭവിക്കും എന്നുള്ള മുമ്പേ ഒരു കാര്യം നടക്കും എന്നുള്ള ഒരു വിശ്വാസം നമ്മുടെ ഉള്ളിലുണ്ടാകുമ്പോൾ അതിനത്ര കടുപ്പം ഉണ്ടാവില്ല. അപ്രതീക്ഷിതമായിട്ട് എന്തെങ്കിലും സംഭവിക്കാൻ നമ്മൾ തകർന്ന് തരിപ്പണമായി പോകും. അങ്ങനെ ആകാതിരിക്കാനാണ് ഭഗവാൻ നമ്മളെ ഉപദേശിക്കുന്ന ഭക്തിമാർഗം, ഭക്തിയോഗം. നമുക്ക് ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്. ഈ ഭക്തിയോഗം എന്ന് പറയുന്നതേ നമ്മളെപ്പോലുള്ള സാധാ ഈ ഇതിൽ വിഷമങ്ങളുടെ ദുഃഖങ്ങളുടെ വീട് പോയി തകർന്നു പോകുന്നവരെ ദുഃഖങ്ങളുണ്ടാകും, നമ്മൾ അതിൽ നിന്ന് എഴുതിച്ച് വരണം. അല്ലെങ്കിൽ നമ്മൾ ബാക്കി കാര്യങ്ങൾ എന്ത് ചെയ്യും? നമുക്കൊരു ഉത്തരവാദിത്തപ്പെട്ട കുറേ സംഭവങ്ങളോട്ടാണ് നമ്മളുടെ വന്നിരിക്കുന്നത്. ഒന്നിനും വീഴ്ന്നു പോവാതെ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് വരുന്നെങ്കിൽ നമ്മൾ എണീച്ച് പോകുന്നില്ലേ. പക്ഷെ അതിനെ കുറച്ചുകൂടി കൂടുതൽ നമുക്ക് നമ്മുടെ വൈകാരികതയിൽ പോവാതെ നമുക്ക് അതിനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ കഴിയുന്ന ഒരു തത്വമാണ് ഇവിടെ ഭഗവാൻ നമ്മളെ ഓരോ ഇതിലും ഭഗവത്ഗീതയിൽ അർജുനൻ ഉപദേശിക്കുന്നത്. നമ്മളെയാണ് അത് ഉപദേശിക്കുന്നത്. നമ്മൾ ആ മനസ്സുകൊണ്ട് കാണണം. ഭഗവാൻ ഉപദേശിക്കുന്ന അർജുനന് കൊടുക്കുന്നത് നമ്മുടെ മനസ്സിലെടുക്കുക. നമ്മുടെ മനസ്സിലെടുത്തു കഴിയുമ്പോൾ നമുക്ക് ഒരുപാട് ഗുണങ്ങൾ ഉണ്ടാവും. ആ ഗുണങ്ങളിലൂടെ മാത്രമേ ഈ പ്രപഞ്ചത്തിൽ നമുക്ക് ജീവിച്ചു പോകാൻ കഴിയുള്ളൂ. നമ്മുടെ കർമ്മം എന്താണെന്ന് നമുക്കറിയില്ല, അത് ഈശ്വരന് മാത്രമേ അറിയുള്ളൂ. എന്തൊക്കെ കടന്നായിരിക്കും നമുക്ക് എവിടെ എത്തണം എന്നുള്ളത്, എവിടെയാണ് നമുക്ക് മോക്ഷഗതി പറഞ്ഞേക്കുന്നത്. അപ്പം നമ്മൾ നേരത്തെ കൂട്ടി ഇങ്ങനെയുള്ള പുസ്തകങ്ങളും സനാതന ഗ്രന്ഥങ്ങളും ഒക്കെ വായിക്കുമ്പോൾ നമുക്ക് പാതയിലൂടെ സഞ്ചരിക്കാനുള്ളൊരു മനസ്സ് തരുമ്പോൾ നമ്മുടെ ചെയ്ത പാപങ്ങളൊക്കെ ഭഗവാനോട് സറണ്ടർ ചെയ്യാൻ കഴിയുമ്പോൾ അപ്പോൾ നമുക്ക് എന്താവും? നമ്മുടെ മനസ്സിന് ശുദ്ധഗതിയാവും. ആ ശുദ്ധഗതിയിൽ മാത്രമേ കാര്യങ്ങളെ വിശദീകരിച്ച് വിശകലനം ചെയ്ത് അത് ഏതൊക്കെയാണെന്നൊക്കെ നമുക്ക് ഉറപ്പിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഈ മായയിലൊക്കെ കാണുന്ന എല്ലാം കണ്ട് അതിൽ ഭ്രമിച്ചും ദുഃഖിച്ചും കരഞ്ഞും അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഈ പ്രാപഞ്ചികമായ ജീവിതം. ആ പ്രാപഞ്ചികമായ ജീവിതം എങ്ങനെ പോയാൽ നമുക്ക് നമ്മുടെ ഈ കർമ്മം അവസാനിപ്പിക്കാൻ പറ്റും, നമുക്ക് സമാധാനമായും സന്തോഷമായും ഈശ്വരോന്മുഖമായും ഈശ്വരപാദത്തിൽ ലയിക്കാനും കഴിയും എന്നുള്ള ആ കാര്യങ്ങളിലേക്കെങ്കിലും നമുക്ക് കടക്കാൻ കഴിയുള്ളൂ. അതിനാണ് നമുക്ക് ഈ ഹരിനാമ കീർത്തനം നമുക്ക് എല്ലാവർക്കും പറഞ്ഞാൽ ആദ്യം ഞാൻ പറഞ്ഞു പണ്ഡിത പാമര ഭേദമെന്നെ എല്ലാവർക്കും ഒരുപോലെ മനസ്സിലാകുന്ന തരത്തിലാണ്. പക്ഷേ ഇതൊരു കാര്യമുണ്ട്, ആദ്യം ഒരു ഭംഗിയായി അത് വായിച്ച് മനസ്സിലാക്കുന്നവർക്ക് മാത്രമേ ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ അതിൻ്റെ കാര്യം മനസ്സിലാവുള്ളൂ. അത് ഈ ആധ്യാത്മികത നമുക്ക് അത്യാവശ്യമാണ്. ജീവിതത്തിൻ്റെ രണ്ട് വശം, ഒന്ന് ആധ്യാത്മികത, ഒന്ന് എന്താണ് നമ്മുടെ പ്രാപഞ്ചികത. ഈ പ്രാപഞ്ചികതയും ആധ്യാത്മികതയും തമ്മിൽ ഒരുപോലെ കണക്ട് ചെയ്തിരിക്കുന്നു. അതാണ് നമ്മളെ ഇതിൽ ജീവിച്ചു പോകാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒരു തത്വം. അതുകൊണ്ട് ഈ ആധ്യാത്മികത നമ്മൾ മനസ്സിലാക്കേണ്ടത് മനുഷ്യനായിട്ട് ജന്മം എടുത്തിട്ടുള്ള എല്ലാവരും മനസ്സിലാക്കേണ്ടതാണ് ആധ്യാത്മികത എന്തെന്ന്. ആധ്യാത്മികത മനസ്സിലാക്കുന്നവർക്ക് മാത്രമേ ഈ പ്രപഞ്ച ജീവിതം കൊണ്ടുപോകാനുള്ള ഒരു കോൺഫിഡൻറ്റ് നമുക്ക് ഉണ്ടാവുകയുള്ളൂ. അതാണ് ഇവിടെ പറയുന്നത്. ശങ്കാരധ്വനി എന്ന് പറയുന്നത് പ്രപഞ്ച സൃഷ്ടിയിൽ സർവ്വചരാചരങ്ങളിലും നിന്ന് പുറപ്പെടുവിക്കുന്ന ശബ്ദങ്ങളെല്ലാം ആ ശങ്കാരധ്വനിയായ സാക്ഷാൽ ഹരിനാരായണനാണെന്ന് ആണിവിടെ ആചാര്യൻ നമ്മെ പറഞ്ഞു പഠിപ്പിക്കുന്നത്.
പഠിപ്പിക്കുന്നത്. പിന്നെ ഈ ആനന്ദം നമുക്ക് ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? നമ്മുടെ മനസ്സിൽ നമ്മുടെ ഗുണങ്ങൾ നമ്മൾ വളർത്തണം. നമ്മുടെ സച്ചിദാനന്ദം പോലെ സത്ത്, ചിത്ത്, ആനന്ദം. സത്ത്, ചിത്തും ആനന്ദം, ഇത് മൂന്നിൻ്റെ അർത്ഥം ഒന്ന് തന്നെയാണ്. സച്ചിദാനന്ദ സ്വരൂപമായ ഈശ്വരൻ. അത് മൂന്നും കൂടെ യോജിക്കുമ്പോൾ അത് മൂന്നൊരു പേരിൽ പറയുന്നതേ ഉള്ളൂ. ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരൻ എന്ന് പറയുന്നത് പോലെ, ദുർഗാ, ലക്ഷ്മി, സരസ്വതി എന്ന് പറയുന്നത് പോലെ ഈ സത്ത്, ചിത്ത്, ആനന്ദം ഇത് ചേരുന്നതാണ് പരമാനന്ദം. ഈ പരമാനന്ദം ലഭിക്കുന്നത് യോഗികൾക്കാണ്. കാരണം അവർ അത്രയും ജ്ഞാനങ്ങളും കാര്യങ്ങളും ചെയ്ത് അവർ ആ സുഖം അനുഭവിച്ചു കഴിഞ്ഞു. അപ്പോൾ അവർക്ക് പിന്നെ ഈ ഭൂമി പ്രപഞ്ചത്തിലെ സുഖങ്ങളൊന്നും വെറും തുലോമാണ്. ഇവിടെ ഒന്നും നേടാനില്ല എന്ന് അവർക്കറിയാം. മൃത്യുലോകമാണ്. ഇവിടെ വന്നാൽ ഒരിക്കൽ മരിക്കണം. അപ്പം നമ്മുടെ ഈ ഇതിലൂടെ കിട്ടുന്ന ആധ്യാത്മികതയിലൂടെ കിട്ടുന്ന നമ്മുടെ ജീവനെ നമുക്ക് നല്ല രീതിയിൽ ജീവിച്ച് മരണത്തിന് വിട്ടുകൊടുക്കാതെ ആ നിർവ്വാണം പ്രാപിക്കാം, ഭഗവാനിലേക്ക് ലയിക്കാം. അതാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. അത് ആർക്കൊക്കെ ചെയ്യാൻ ഭാഗ്യവും അവസരം കിട്ടുന്നോ അത് അവർ ചെയ്യുക. അതാണ് ജീവിതത്തിൻ്റെ അർത്ഥം. ഇതാണ് മനുഷ്യൻ ഇവിടെ ജന്മം എടുത്തതിൻ്റെ ഉദ്ദേശവും അത് തന്നെയാണ്. അല്ലാതെ നമ്മൾ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി വന്നതല്ല. ഈ ശരീരം അതിനു വേണ്ടിയാണ് ഭഗവാൻ സൃഷ്ടിച്ചത്. നമുക്ക് ഈ യോഗ സാധനങ്ങൾ ചെയ്യാനും കാര്യങ്ങളും മനസ്സിലാക്കാനും ആ ശരീരം ആ രീതിയിൽ സൂക്ഷിക്കാനും നമ്മുടെ കാര്യങ്ങളും വിവരങ്ങളൊക്കെ നമുക്ക് അറിയണം. നമ്മുടെ ആ ശരീരം നല്ല ആരോഗ്യമുള്ളതായിരിക്കണം. ആ ആരോഗ്യത്തിന് വേണ്ടി നമ്മുടെ ജീവനെ നിലനിർത്താൻ, ആ ജീവനെ എത്തേണ്ട സ്ഥലത്തെത്തുന്ന സമയം വരെ നമ്മൾ സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വം, ശരീരത്തിൽ സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. പ്രാണനെ സംരക്ഷിക്കാൻ, പ്രാണന്റെ ഉദ്ദേശം നിലനിർത്തുന്നത് വരെ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവണമെങ്കിൽ ആധ്യാത്മികതയിലേക്ക് ഒന്ന് വായിച്ചാൽ, ഇത് ആധ്യാത്മികതയിലേക്ക് ഇറങ്ങുക എന്ന് പറയുന്നത് എല്ലാവർക്കും ഒന്നും പറ്റില്ല. അപ്പോൾ പറ്റാത്തവരെന്ത് ചെയ്യും? അതിനെ കുറ്റം പറയും. അത് വേറെ ജീവിക്കാൻ തന്നിരിക്കുന്ന സമയത്ത് ഇനി ആധ്യാത്മികതയിലേക്ക് പോകുന്നത്. എന്താണ് ആധ്യാത്മികത എന്ന് അറിയാൻ പാടില്ലാത്തതുകൊണ്ടാണ് ഇവരെല്ലാവരും അത് അങ്ങനെ പറയുന്നവരുണ്ടെങ്കിൽ അങ്ങനെ, പറയാത്തവർക്ക് കാര്യം അറിയാവുന്നവർക്ക് മനസ്സിലാവും അല്ലേ? വെള്ളം കുടിക്കുന്നത് നമ്മൾ എന്തിനാണ്? വെള്ളം പുറത്തിരിക്കുന്നു, അകത്ത് ചെന്നിട്ടല്ലേ എൻ്റെ പ്രവർത്തനം അല്ലേ? അത് അകത്ത് കൊടുക്കുന്നു. അത് തന്നെയാണ് ആധ്യാത്മികത. നമ്മൾ വെള്ളം കൊടുത്താൽ പോരല്ലോ, വെള്ളം കൊടുക്കുന്നത് എന്തിനാണ് ഇല്ലേ? എന്തിനാണെന്ന് നമ്മൾ അറിയണ്ടേ? ശ്വാസം എന്തിനാണ് നമുക്ക് ശരീരത്തിൽ തന്നിരിക്കുന്നത്? നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം നടക്കാൻ അല്ലേ? അതില്ലെങ്കിൽ പ്രവർത്തനങ്ങൾ നടക്കും. ഇങ്ങനെ ഓരോന്നിനും ഓരോരോ കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെയാണ് ഫിസിക്കലും നമ്മുടെ മെറ്റീരിയൽ ലൈഫും, സ്പിരിച്വൽ ലൈഫും മെറ്റീരിയൽ ലൈഫും അവിടെ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ആധ്യാത്മികതയും എന്താണ് ഭൗതികതയും രണ്ടും ഒന്നിനോടൊന്ന് ബന്ധപ്പെട്ടതാണെന്ന് അറിയാവുന്നവർക്കറിയാം. അത് തന്നെയാണ് ഭൗതികതയുണ്ടെങ്കിൽ ആധ്യാത്മികതയാണ്. ആധ്യാത്മികത ഉണ്ടെങ്കിൽ മാത്രമേ ഭൗതികതയിൽ ആ രീതിയിൽ നമുക്ക് കഴിഞ്ഞു പോകാൻ കഴിയുള്ളൂ. മനസ്സിലായി? അപ്പോൾ ഇത് പറയുന്നത് ആരും തലയ്ക്ക് സുഖമില്ലാതെ പറയുന്നതല്ല. അവരത് മനസ്സിലാക്കിയിട്ട് ഈ ഇതിലേക്ക് പോകുന്നവരെ എല്ലാവരും ആദ്യം വട്ടെന്നേ പറയത്തുള്ളൂ. കാരണം അവർക്ക് ഇവിടെ ജീവിക്കാനുള്ളതൊന്നും ഇല്ലാത്തതുകൊണ്ട് അവരങ്ങോട്ട് പോയിരിക്കുകയാണെന്ന് പറയും. അങ്ങനെയല്ല, അത് മനസ്സിലാക്കുന്നവർക്കത് മനസ്സിലാവും. അപ്പം നമുക്ക് ഈ ഒരു പുസ്തകം ഹരിനാമ കീർത്തനം എന്ന് പറയുന്ന പുസ്തകം ഇത് കുഞ്ഞുനാളിൽ ഞാനിത് വായിച്ചിട്ടുണ്ട്. അതായത് കുഞ്ഞുനാളിൽ ഞങ്ങൾ കുട്ടിക്കാലത്ത് അമ്മ ഇങ്ങനെ വെളുപ്പാങ്കാലത്ത് വൃശ്ചിക മാസത്തിൽ എല്ലാ ദിവസവും ഹരിനാമ കീർത്തനം രാവിലെ വീട്ടിൽ വായിക്കും. വിളക്കൊക്കെ കത്തിച്ച് വെച്ചിട്ട് നാമം ചോദിച്ചിട്ട് കൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ പോകും. അങ്ങനെ അന്ന് ഞാൻ എത്ര വർഷത്തെ സീനിയറിറ്റി ഉണ്ടെന്ന് ആലോചിക്കണം. ഇത് കാണാതെ അറിയാം, പക്ഷേ ഇതിൻ്റെ അർത്ഥങ്ങളോ ഇതിൻ്റെ സാരാംശം ഒന്നും എനിക്ക് അറിയാൻ കഴിയില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഹരിനാമ കീർത്തനം കാണാതെ എല്ലാം അറിയാം, പക്ഷേ അതിൻ്റെ അർത്ഥം എന്താണ്, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ഒരു ഗ്രാഹ്യമില്ലാത്ത ആളാണ് ഞാൻ. സാധാരണ ഒരു സ്ത്രീയാണ്. എനിക്ക് വലിയ വിദ്യാഭ്യാസങ്ങളോ അല്ലെങ്കിൽ ഒരു അറിവുകളോ ഒന്നും എനിക്കില്ല. എനിക്ക് ഈശ്വര ഭക്തിയുള്ള ഒരാളാണ്. ഈശ്വരനാണ് ഏറ്റവും വലുതെന്ന് പറയാം. ഈശ്വരനെ കഴിഞ്ഞ് വേറൊന്നും ഇവിടെ ഇല്ലയെന്ന് കുഞ്ഞുനാളിലേ അച്ഛനും അമ്മയും തന്നൊരു സമ്പത്തുണ്ട്. ഈശ്വരനാണ് ഏറ്റവും വലുത്, അതിലപ്പുറം വേറെ ആരുമില്ല. എങ്ങനെയൊക്കെ ആരൊക്കെ കാണിച്ചാലും നമ്മൾ അവിടെ എങ്ങും പോകേണ്ട ആവശ്യമില്ല. നമ്മുടെ ഈശ്വരത്വം നമ്മളെ നേർവഴിക്ക് നയിക്കും. ഇങ്ങനെ പണ്ട് ഇതുണ്ടല്ലോ, നമ്മുടെ സ്കൂളിൽ ഈശ്വര പ്രാർത്ഥന പറയുന്ന പോലെ ആ ഒരു മെത്തേഡിൽ പോയ ആളാണ് ഞാൻ. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് ഈ ഇടയ്ക്കായിട്ട് എൻ്റെ ലൈഫും അങ്ങനെ ഒരു ഒതുക്കമായിട്ടുള്ള ഇതായി. എൻ്റെ ഹസ്ബൻഡ് മരിച്ചുപോയി. എൻ്റെ മൂത്ത ഒരു മോനുണ്ട്. മോളുടെ വിവാഹം കഴിഞ്ഞു. അവൾ സെപ്പറേറ്റ് ആയിട്ട് ജീവിക്കുന്നു. ഒരുമിച്ച് അവർ ഹസ്ബൻഡും വൈഫും സ്വസ്ഥമായിട്ട് ജീവിക്കുന്നു. മകന് ജോലിയിൽ അവൻ അങ്ങനെ. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ കുറച്ച് ടൈം കിട്ടി. അതെനിക്കൊരു മഹാഭാഗ്യമെന്ന് ഞാൻ കരുതത്തുള്ളൂ. ആ ടൈം കിട്ടിയപ്പോൾ ഞാൻ അന്ന് പാടിയ ഹരിനാമ കീർത്തനത്തിൻ്റെ എല്ലാത്തിൻ്റെ അർത്ഥം ഒന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നൊരാഗ്രഹം എനിക്ക് തോന്നി. ആ ആഗ്രഹം ഞാൻ ഭഗവാനോട് പറയുമോ, ഞാൻ കൃഷ്ണനോട് സംസാരിക്കുന്നതല്ല കേട്ടോ. എൻ്റെ ദുഃഖങ്ങൾ, എൻ്റെ വിഷമങ്ങളോ സന്തോഷങ്ങളും സന്താപങ്ങളും എൻ്റെ കൂട്ടുകാർക്കോ അവർക്കൊക്കെ വയ്യായിക വരുമ്പോഴും ഞാൻ എല്ലാം ഭഗവാനോട് സംസാരിച്ച് പറയും. ഭഗവാനെ എല്ലാവർക്കും സമാധാനം കൊടുക്കണേ എന്ന് ഞാൻ പറയാറുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പം ആ ഒരു സ്വഭാവമുള്ള എനിക്ക് ഞാൻ ഭഗവാനോട് തന്നെ ചോദിച്ചു, ഭഗവാനെ എനിക്കിതിൻ്റെ അർത്ഥം അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. പക്ഷേ അച്ഛൻ ചെന്ന് തൊട്ടത് എന്താണെന്ന് എനിക്ക് അറിയാൻ പാടില്ലാത്തതിലാണ് ഞാൻ കൈവച്ചത്. പക്ഷേ എന്താണെന്ന് അറിയില്ല. എനിക്ക് ആദ്യത്തെ 3-4-5-6 പോയങ്ങളൊക്കെ വായിച്ചു കഴിഞ്ഞപ്പോൾ ഇതൊന്നും എനിക്കൊന്നും മനസ്സിലായി കിട്ടുന്നില്ല. അപ്പം ഈ തത്വങ്ങളൊന്നും നമ്മളെന്തും വല്ലതും അറിയോ? ഇല്ലല്ലോ.
തത്വങ്ങളൊന്നും നമുക്ക് അറിയുന്നില്ല. എന്താണ് ഭഗവാനെ, ഞാൻ ആകെപ്പെട്ട കുഴങ്ങിപ്പോയല്ലോ, ഇനി ഞാൻ എന്ത് ചെയ്യും, എനിക്കിതിൻ്റെ ബാക്കിയൊക്കെ ഞാൻ എങ്ങനെ പറയണം എന്ന് പറഞ്ഞ് ഞാൻ കമിഴ്ന്ന് കിടന്ന് കരഞ്ഞു. ഈ ഹരിനാമ പുസ്തകത്തിൽ കമിഴ്ന്ന് കിടന്ന് ഞാൻ കരഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ മനസ്സിൽ ഓരോന്ന് ഇങ്ങനെ തെളിയാണ്. ഇതെനിക്ക് പുറത്ത് പറഞ്ഞാൽ ആരും വിശ്വസിക്കത്തൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ഈ പുസ്തകം എടുത്ത് നമ്മളൊരു കാര്യം പറയാൻ തുടങ്ങുമ്പോൾ നമ്മൾ മുമ്പൊന്നും അറിയാത്ത കാര്യങ്ങൾ ഇതിനകത്ത് പറയുന്നത്. ഇത് നമ്മൾ പറയണമെങ്കിൽ നമ്മൾക്കിത് മനസ്സിലാകണം ഇല്ലേ? അപ്പോൾ നമുക്ക് മനസ്സിലാകാതെ വന്ന് നമ്മൾ എന്ത് ചെയ്യും? അപ്പോൾ നമ്മൾ ഈശ്വര, ഞാനിത് ആഗ്രഹപ്പെട്ട് എടുത്തു, എനിക്കിത് ചെയ്യാനും പറയാനും ഒക്കാത്തൊരു കൺഫ്യൂഷനിലാണ് ഭഗവാൻ. അപ്പോൾ ഞാൻ അതാണ് പറയുന്നത്, ഈശ്വരനോട് ആത്മാർത്ഥമായിട്ട് നമ്മുടെ മനസ്സ് കൊടുക്കാമെങ്കിൽ നമ്മുടെ കൂടെ ഭഗവാൻ നിൽക്കും എന്ന് പറയുന്നത് ഒരു ഉത്തമ ഉദാഹരണമാണ് എൻ്റെ ഹരിനാമ കീർത്തനത്തിലെ ഈ പുസ്തകം. അപ്പോൾ ആദ്യത്തെ ഒരു 10 ശ്ലോകം വരെ 8 ശ്ലോകം കഴിഞ്ഞിട്ട് പ്രയാസമാണ്. തത്വങ്ങൾ പറയാൻ തുടങ്ങും. എന്തൊക്കെ മനുഷ്യവും പരബ്രഹ്മവും ജീവാത്മ തത്വങ്ങളൊക്കെ അതിൽ പറയുന്നുണ്ടല്ലോ. അപ്പോൾ എനിക്കൊന്നും മനസ്സിലാകുന്നപ്പോൾ എനിക്കിത് തുടങ്ങി ഞാൻ ചെയ്യുകയാണ്. അപ്പോൾ എനിക്ക് അവസാനം വരെ ചെയ്യണം എന്ന് ഫുൾ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. അങ്ങനെ ഞാൻ കമിഴ്ന്ന് കിടന്ന് എൻ്റെ ഭഗവാൻ കേൾക്കാൻ ഞാൻ പറയുകയാണ്. ഞാൻ കരഞ്ഞു, ഭഗവാനെ ഞാനിതെങ്ങനെ എൻ്റെ അത്യാഗ്രഹമാണോ ഞാനിത് ചെയ്തത്? എനിക്ക് അങ്ങോട്ട് ഒരു ഉൾക്കൊള്ളുന്നില്ല, എനിക്ക് എങ്ങനെ പറയണം, എവിടെ പറയണം ഒന്നൊന്നും ഞാൻ ഇത് വായിക്കുന്നെങ്കിൽ എനിക്കത് മനസ്സിലായാലേ എനിക്ക് മറ്റുള്ളവർക്ക് പറഞ്ഞു തരാൻ പറ്റും. അങ്ങനെ ഞാൻ കരഞ്ഞപ്പോൾ എനിക്കറിയില്ല, ഓരോ പദ്യം ഞാൻ എടുക്കുമ്പോഴും കൃത്യമായിട്ട് അതിൻ്റെ അർത്ഥങ്ങൾ എൻ്റെ മനസ്സിലിങ്ങനെ പറഞ്ഞിരുന്നു. ഞാൻ ഓരോ എടുത്ത് ഇവിടെ പറയാനിരിക്കുമ്പോഴും എൻ്റെ ഹരേ നാരായണ അഖില ഗുരു എന്ന് പറഞ്ഞ് ഞാൻ പറയുന്നത് എന്താണെന്ന് അറിയുമ്പോൾ, ഞാൻ ഇവിടെ വന്നിരിക്കുമ്പോൾ എനിക്കിതിൻ്റെ അർത്ഥങ്ങളും കാര്യങ്ങളും വ്യക്തമായിട്ട് തരുന്നത് ഭഗവാനാണ്. അത് വ്യക്തമായത് അത് കൃത്യമായിട്ട് എന്നെ പ്രേരിപ്പിക്കുന്നു, എൻ്റെ നാവിനെ കൊണ്ട് അത് ചെയ്യിപ്പിക്കുന്നു. അല്ലെങ്കിൽ എനിക്ക് തടസ്സമോ അത് പറയാനോ എന്നെ പറയാതിരിക്കാനോ ഒന്നും ചെയ്യുന്നില്ല. ആ ഒരവസ്ഥയിൽ എന്നെ ഹരിനാമ കീർത്തനത്തിൽ ഇവിടം വരെ കൊടുപ്പെങ്കിൽ അങ്ങോട്ടും ഞാൻ എല്ലാം വായിച്ചു മനസ്സിലാക്കും. എങ്കിലും അതിൻ്റെ ആത്യന്തികമായ കാര്യങ്ങളും കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, എന്താണ് ഉദ്ദേശിക്കുന്നത്, എന്താണ് അതിൻ്റെ അംശം എന്തെന്ന് സാരാംശം എന്തെന്ന് നമ്മൾ അറിയണ്ടേ. അപ്പോൾ സത്യം പറഞ്ഞാൽ ഇന്നും എന്നെ ഭഗവാനാണ് ഓരോ പോയങ്ങൾ വരുമ്പോഴും ഞാൻ ഭഗവാനോട് യാചിച്ചിട്ടാണ് ഞാനത് തൊടുന്നത്. അപ്പോൾ എനിക്ക് അതിൻ്റെ കാര്യങ്ങൾ കൃത്യമായി ഭഗവാൻ പറഞ്ഞു തന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് തന്നെയാണെന്ന് എൻ്റെ മനസ്സിനെ ഇങ്ങനെ നമ്മൾ പറയും ഇൻറ്റ്യൂഷൻ എനിക്ക് കിട്ടുന്ന ഇൻറ്റ്യൂഷൻ ഇതൊക്കെയാണ്. ഇങ്ങനെ പറയുമ്പോൾ ധൈര്യമായിട്ട് പറയാം, ഇത് തന്നെയാണ് അതിൻ്റെ അർത്ഥം, എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ എൻ്റെ മനസ്സിനെ ഇങ്ങനെ പറഞ്ഞ് പഠിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു എൻ്റെ ഗുരുനാഥനായ സാക്ഷാൽ മഹാവിഷ്ണു ഭഗവാൻ. അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. അപ്പോൾ സത്ത് ചിത്ത് ആനന്ദം എന്ന് പറഞ്ഞാൽ പരമാനന്ദ സ്വരൂപത്തെ അറിയുന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ സന്തോഷം. അതിൽ കവിഞ്ഞ് ഇവിടെ വേറെ ഒന്നുമില്ല. അത് നേടുന്നവർക്ക് പിന്നെ ഇവിടെ ഒന്നും നേടാനില്ല. അപ്പോൾ അവർ ആ രീതിയിലായിരിക്കും അവരുടെ ജീവിതം പോകുന്നത്. കാരണം എന്താണോ നമുക്ക് വേണം, നമ്മൾ എപ്പോഴും ഹൃദയത്തിൽ ദുഃഖങ്ങളാണല്ലോ നമുക്കുള്ളത്. നമുക്ക് എപ്പോഴെങ്കിലും സന്തോഷം ഒരുമിച്ച് ഒരേ കണക്കിന് സന്തോഷം കിട്ടിയിട്ടുണ്ടോ? ഒരു ദുഃഖം വന്നാൽ അടുത്ത ഒരു ചെറിയ സന്തോഷം അതിൻ്റെ അടുത്ത ഇരട്ടി ദുഃഖമാണ്. ഇപ്പം നമ്മൾ പലതും ആഗ്രഹിക്കുന്നു, അതൊന്നും ചിലപ്പോൾ നടന്നൊന്നും വരില്ല. അപ്പോൾ നമ്മളിപ്പോൾ ചിന്തിക്കുന്നു, ഇപ്പോൾ എന്താണ് ആ ചിന്താഗതിക്ക് മാറ്റം വന്നിട്ടുണ്ട്. അതായത് നമ്മളിപ്പോൾ എന്തെങ്കിലും ഭഗവാനോട് ചോദിച്ചിട്ടുള്ളപ്പോൾ നമുക്ക് കിട്ടാതെ വരുമ്പോൾ നമ്മൾ വിഷമിക്കാൻ പാടില്ല എന്നും, നിനക്കത് അനുഗുണമല്ലാത്തതുകൊണ്ടാണ് ഞാനത് തരാത്തതെന്നും നിനക്ക് പിന്നീട് മനസ്സിലാവും. പക്ഷെ നമ്മൾ കുറച്ച് സമയം കഴിയുമ്പോൾ അല്ലെങ്കിൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് എന്താണ് തരാത്തത് നന്നായി ഭഗവാനെ, നമ്മൾ അറിവില്ലാതെ ചോദിച്ചു പോയി എന്നുള്ള അപ്പം അതുകൊണ്ട് പിന്നെ നമുക്ക് അങ്ങനെ ചോദിക്കാൻ പോലും, എന്താണ് ഭഗവാനെ അവിടുത്തെ ഇച്ഛ, അത് എനിക്ക് നീ തരുന്നത് സന്തോഷമാണ്. എന്തായാലും അത് നീ എന്നെ സന്തോഷിക്കാനായാലും സങ്കടപ്പെടുത്താനായാലും നീ എന്നോടൊപ്പം ഉണ്ടാവുമല്ലോ ഭഗവാനെ, അതുകൊണ്ട് എനിക്ക് അത് എന്തും നീ തരുന്നത് എനിക്ക് സന്തോഷമാണെന്ന് പറഞ്ഞ് നമ്മൾ ഉൾക്കൊള്ളുകയാണ് ഭഗവാനെ. അങ്ങനെ ഉൾക്കൊള്ളുന്നൊരു മനസ്സ് നമുക്ക് തരും. അപ്പം നമുക്ക് എന്ത് വന്നാലും ഭഗവാനുണ്ട്, എന്തായാലും ഭഗവാൻ നമ്മളെ കൂടെ ഉണ്ടല്ലോ, അത്രയ്ക്ക് വിശ്വാസം വേണം. അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടാക്കിയെടുക്കാനാണ് ഇതൊക്കെ നമ്മളെ സഹായിക്കുന്നത്. ഭഗവത്ഗീത വായിക്കുകയാണെങ്കിൽ പിന്നെ പറയേണ്ട ആവശ്യമില്ല, നമ്മുടെ കൂടെ ഒരാളുണ്ട്, എപ്പോഴും ഒരാളുണ്ട്. അത് ഭൂതവും പ്രേതവും പിശാചൊന്നുമില്ല, മനസ്സിനകത്ത് നമ്മൾ കോൺഫിഡൻറ്റ് തന്നുകൊണ്ടേയിരിക്കും. അസുഖം എന്നാൽ നമ്മളോട് പറയും പേടിക്കണ്ട, ഇതും കഴിഞ്ഞു പോകും, ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടേയിരിക്കും, ഓരോന്നും വരും പൊയ്ക്കൊണ്ടേയിരിക്കും. ചിലപ്പോൾ നമ്മുടെ മനസ്സിൻ്റെ കൂടെ ഇതായി പോകും. ഭഗവാനെ ധ്യാനിച്ചും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. നമുക്ക് ചിലപ്പോൾ ഒരു ദിവസം പനിയൊക്കെ വരുമോ, വയ്യാതെ വരും, കുളിക്കാനൊന്നും പറ്റില്ല. അപ്പം നമുക്ക് നാമം ജപിക്കാൻ പറ്റാതെ വരും, ഭയങ്കര വിഷമാവും. അപ്പം ഇത് ഇത്രയും കാലം എനിക്ക് കിട്ടിയ എൻ്റെ ആനുകൂല്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. ഏത് വയ്യായ്മയിലും ഏത് കൊല്ലായ്മയിലും എന്തൊക്കെ സംഭവിച്ചാലും നമ്മളെ ഭഗവാൻ പിടിച്ചു നിർത്തുന്ന ഒരു വിശ്വാസം വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തും കൊണ്ടുപോകാൻ കഴിയും. അല്ലെങ്കിൽ നമുക്ക് കൊണ്ടുപോകാൻ കഴിയില്ല, നമ്മൾ തളർന്നു പോകും, പിന്നെ മുമ്പോട്ട് നീങ്ങാൻ കഴിയാതെ വരും, നമ്മളിവിടെ നിന്ന് കൈകാലിട്ടടിക്കും. അതുകൊണ്ട് എല്ലാവരും ഭഗവത്ഗീതയായിട്ട് പിന്തുടരായാലും ഹരിനാമകീർത്തനെ പിന്തുടർന്നാലും നാരായണീയത്തെ പിന്തുടർന്നാലും
എല്ലാം സാക്ഷാൽ ഹരിനാരായണനാണ്. അവരവരുടെ ഇഷ്ടദൈവങ്ങളെ അവരവർ മുറുകെ പിടിച്ച് വിശ്വാസത്തോടു കൂടി പോവുക. അതാണ് ഏകാന്ത ഭക്തി എന്ന് പറയുന്നത്. ഒന്നിൽ തന്നെ പിടിച്ചാലേ നമുക്ക് ഏകാന്ത ഭക്തി ഉണ്ടാവുള്ളൂ. ആ ഏകാന്ത ഭക്തി കിട്ടിയാൽ മാത്രമേ കാര്യങ്ങളൊക്കെ നമുക്ക് നടക്കുള്ളൂ. അതാണ് ഇവിടെ ഏകാന്ത ഭക്തി അകമേ വന്ന് ഉദിപ്പതിന് വൈകുന്നതെന്തു ഹരി നാരായണായ നമഃ പുറകിലോട്ടുള്ള പദ്യങ്ങൾ, കഴിഞ്ഞു പോയ പദ്യങ്ങളിലൊക്കെ പറയുന്നുണ്ട്. അപ്പം നമുക്ക് സത്യസന്ധമായ ജീവിത ശൈലി, സത്യസന്ധമായ ജീവിതം എന്താണോ നമുക്ക് ഭഗവാൻ പറഞ്ഞിരിക്കുന്നത് അത് ഭംഗിയായി നമുക്ക് നടത്തി ഇവിടുന്ന് പോകാനുള്ള ഒരു അവസരം ഭഗവാൻ നമുക്ക് എല്ലാവർക്കും തരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ സത്സംഗം നിർത്തുന്നു. നന്ദി, നമസ്കാരം. നാരായണായ നമഃ നാരായണായ നമഃ നാരായണായ നമഃ നാരായണ നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരി നാരായണായ നമഃ. ശംഖാരനാദമിവ യോഗീന്ദ്രരുള്ളിലുമിതോതുന്നു ഗീതകളിലും പാൽപയോധിയിലും ആകാശവീതിയിലും ഒന്നായി നിറഞ്ഞരുളൂ ആനന്ദരൂപ ജയ നാരായണായ നമഃ. നാരായണായ നമഃ നാരായണായ നമഃ നാരായണായ നമഃ നാരായണ നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരി നാരായണായ